എന്താണ് ഈ ആഴക്കടൽ മണൽ ഖനനം? എവിടെ നിന്ന് എങ്ങനെയാണ് ഈ മണൽ എടുക്കുന്നത്? എന്തൊക്കെയാണ് അതിലെ ആശങ്ക? അത് നമുക്കൊന്ന് പരിശോധിക്കാം. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന മേഖല ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് വർക്കല മുതൽ അമ്പലപ്പുഴ വരെ 3300 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന കൊല്ലം പരപ്പ്. ആഴക്കടൽ മണൽ ഖനന പദ്ധതി പ്രഖ്യാപനത്തോടെ ആശങ്കാ മുനമ്പിലായിരിക്കുകയാണ് ഈ മേഖല. എന്താണ് ഈ പദ്ധതി? എന്തൊക്കെയാണ് ആശങ്കകൾ? കേരളത്തിൽ ചാവക്കാട്, പൊന്നാനി, ആലപ്പുഴ, കൊല്ലം തെക്ക്, കൊല്ലം വടക്ക് എന്നീ മേഖലകളിലായി ജലനിരപ്പിനടിയിൽ അറബിക്കടലിന്റെ അടിത്തട്ടിൽ 745 ദശലക്ഷം ടൺ മണൽ നിക്ഷേപമുണ്ട് എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഖനനം ചെയ്യുന്നതിനായി സ്വകാര്യ മേഖലയ്ക്ക് അവസരമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാർ. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരം, അതായത് ഏകദേശം 22 മുതൽ 23 കിലോമീറ്റർ വരെയുള്ള ദൂരം, അവിടെയാണ് സംസ്ഥാനത്തിന്റെ അധികാര പരിധി. നിലവിൽ അത് കഴിഞ്ഞുള്ള കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള പ്രദേശത്താണ് ഖനനത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത്. 48 മുതൽ 62 മീറ്റർ വരെ ആഴത്തിൽ ഖനനം നടത്താൻ കഴിയുമെന്നതാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. നിലവിൽ കൊല്ലം പരപ്പിലെ 242 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താണ് ഖനനത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇവിടെ 3 ബ്ലോക്കുകളിലായി തിരിച്ചാണ് ഖനനം നടത്തുക. കൊല്ലം പരപ്പിലെ 3 ബ്ലോക്കുകളിൽ നിന്നുമായി 30.24 കോടി ടൺ മണലാണ് ഊറ്റിയെടുക്കാൻ പദ്ധതിയിടുന്നത്. കേരളത്തിന്റെ നിർമ്മാണ മേഖലയിൽ പ്രതിവർഷം 3 ടൺ മണൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുകൂടെ കേട്ടാൽ ആ കണക്കിലെ ഞെട്ടുന്ന വസ്തുത മനസ്സിലാകും. പദ്ധതി നടപ്പായാൽ അത്യാധുനിക ഡ്രഡ്ജിംഗ് സംവിധാനങ്ങൾ കൊല്ലം പരപ്പിന് മുകളിൽ ഇറങ്ങും. ഈ കാണുന്ന ട്രയലിംഗ് സെക്ഷൻ ഹോപ്പർ ഡ്രഡ്ജറുകൾ കൊല്ലം തീരത്ത് നിന്ന് ഉടൻ പുറപ്പെട്ടേക്കാം. ഖനനം ഏറ്റവും അധികം ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത് മത്സ്യബന്ധന മേഖലയിലാണ്. ഖനനം മൂലമുണ്ടായേക്കാവുന്ന കലക്കൽ, പുറത്തുവിട്ടേക്കാവുന്ന വാതകങ്ങൾ, ഇതൊക്കെ മത്സ്യമേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നതാണ് ആശങ്ക. ചെമ്മീൻ, കൂന്തൽ, മത്തി, അയല തുടങ്ങി കൊല്ലം പരപ്പിൽ അത്ഭുതകരമായ മത്സ്യസമ്പത്തുണ്ട്. ഇവയെല്ലാം നശിക്കപ്പെട്ടേക്കാമെന്നും മത്സ്യത്തൊഴിലാളികളും വിദഗ്ധരുമടക്കം ഒരുപോലെ ആശങ്ക പങ്കുവയ്ക്കുന്നു. കേരളത്തിൽ നിന്ന് ആകെ ലഭിക്കുന്ന ചെമ്മീൻ ഇനങ്ങളിൽ 30 മുതൽ 35% വരെ കൊല്ലം പരപ്പിൽ നിന്നാണ്. ഈ ചെമ്മീൻ കലവറയെ ഖനനം ബാധിച്ചേക്കാമെന്നാണ് ഏറ്റവും ഗുരുതരമായ ആശങ്ക. കടലിനടിയിലെ വെളുത്ത മണലിന്റെ മുകളിലായി 1 മുതൽ 2 മീറ്റർ വരെ കനത്തിൽ ചെളിയടങ്ങുന്ന മേൽമണ്ണുണ്ട്. ഇത് നീക്കം ചെയ്താണ് മണൽ പുറത്തെടുക്കുന്നത്. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ആശങ്ക. കടലിനടിയിലെ ജന്തുജാലങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും ഒക്കെ കോളനികളെ ഖനനം ബാധിക്കുമെന്നതാണ് വിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. നിലവിൽ കടൽ മണൽ ഖനനം മാത്രമെങ്കിലും കടലിനടിയിലെ ധാതുക്കൾ അടക്കം ഖനനം ചെയ്യപ്പെട്ടേക്കാമെന്ന് ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. കേരളത്തിന്റെ ആശങ്കയൊക്കെ ഗൗരവതരമാണ്. പഠനത്തിന് ശേഷം മാത്രമേ പദ്ധതി നടപ്പാക്കൂ എന്ന് കേന്ദ്രം ഇപ്പോൾ പറയുന്നുമുണ്ട്. പക്ഷേ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല.